സമാന്തര സർക്കാരാകാൻ സെക്രട്ടേറിയറ്റിലെ CPM സർവീസ് സംഘടന. സർക്കാരിന്റെ ഫയലുകൾ കരസ്ഥമാക്കാൻ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ ഫയലുകൾ കൈമാറാൻ ജീവനക്കാരോട് ആവശ്യപ്പെട്ടു. 2020 മുതലുള്ള ഫയലുകളാണ് ആവശ്യപ്പെടുന്നത്. വിവരങ്ങൾ നൽകാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ ഭീഷണി. സർക്കാർ ഫയലുകളിലെ വിവരങ്ങൾ ആവശ്യപ്പെട്ട് സർവീസ് സംഘടന ഇറക്കിയ നോട്ടീസിന്റെ പകർപ്പ് ജനം TVക്ക് ലഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി വിനീഷ് ചേരുന്നു. വിനീഷ്, ഒരു സമാന്തര സർക്കാരാകാനാണോ സെക്രട്ടേറിയറ്റിലെ CPM സർവീസ് സംഘടനയുടെ നീക്കം? അതായത് സർക്കാരിന്റെ ഫയലുകൾ കരസ്ഥമാക്കാൻ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ നടത്തുന്ന ഈ നീക്കങ്ങൾ എന്തിനായിരിക്കാം? തീർച്ചയായിട്ടും രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സമാന്തര സർക്കാർ, മുഖ്യമന്ത്രിയോ മറ്റു മന്ത്രിമാരോ ആവശ്യമില്ലാത്ത തരത്തിലുള്ള ഒരു സമാന്തര സർക്കാരിന് തന്നെയാണ് CPM ഇടതുപക്ഷ അനുകൂല സംഘടനകൾ ശ്രമിക്കുന്നത്. പ്രത്യേകിച്ച് CPMന്റെ തൊഴിലാളി സംഘടനയായ അല്ലെങ്കിൽ ജീവനക്കാരുടെ സംഘടന തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു നിലപാടുമായി ഇപ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ ഉള്ളിൽ നിൽക്കുന്നത്. കാരണം ഇവർ ഔദ്യോഗികമായ എന്ന തരത്തിൽ തന്നെ നോട്ടീസുകൾ അച്ചടിക്കുന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. നോട്ടീസ് അച്ചടിച്ച് ഉദ്യോഗസ്ഥരിൽ നിന്നും 2020 മുതലുള്ള എല്ലാ ഫയലുകളും, പ്രത്യേകിച്ച് ഇതുവരെ തീർപ്പാക്കാത്ത എല്ലാ ഫയലുകളും കൃത്യമായി തന്നെ നൽകണമെന്ന ഒരു ആവശ്യം തന്നെ, അതിനു വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഫോർമാറ്റ് പോലും തയ്യാറാക്കിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഒരു സമാന്തര സർക്കാരിന് സമമായിട്ടുള്ള ഒരു നിലപാട് തന്നെയാണ് ഇപ്പോൾ ഈ യൂണിയൻ്റെ ഭാഗത്തുനിന്ന്, CPM അനുകൂല യൂണിയൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്, ഒരിക്കലും ഒരു സർക്കാർ ജീവനക്കാർ ചെയ്യാൻ പാടില്ലാത്ത നിയമവിരുദ്ധമായ പ്രവൃത്തി തന്നെയാണ് യൂണിയൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇതിലൂടെ വലിയ അഴിമതി നടത്താനാണ് ഈ CPM അനുകൂല ഇടതുപക്ഷ സംഘടന ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിലെ ഇടതുപക്ഷ CPMന്റെ അനുകൂല സംഘടന ശ്രമിക്കുന്നത് എന്ന ആക്ഷേപം തന്നെയാണ് പ്രത്യേകിച്ച് വലതുപക്ഷ അല്ലെങ്കിൽ പ്രതിപക്ഷ യൂണിയനിലെ ജീവനക്കാർ ഉന്നയിക്കുന്നത്. ഏറ്റവും പ്രധാനം എന്ന് ഇതിൽ എടുത്തു പറയാൻ സാധിക്കുന്നത്, ഈയൊരു ഫയലുകൾ പരിശോധിച്ചതിന് ശേഷം ആ ഫയലുകൾ തീർപ്പാക്കുന്നതിനായി ഈ ഫയലുകളുടെ ആരാണോ ഈ ഫയലുകൾ കെട്ടിക്കിടക്കാനുണ്ടായ കാരണം, അതിനുശേഷം ഈ ഫയലുകൾ കൃത്യമായി തന്നെ പരിശോധിച്ച് അവരിലേക്ക് എത്തി അവരിൽ നിന്ന് പണം തട്ടാനുള്ള ഒരു ശ്രമം ആണ് ഈ ജീവനക്കാരുടെ ഭാഗത്തുനിന്ന്, ഇടതുപക്ഷ അല്ലെങ്കിൽ CPM അനുകൂല സംഘടനയുടെ തൊഴിലാളി സംഘടനയുടെ ഭാഗത്തുനിന്ന് ഇടതുപക്ഷ ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നതാണ് ഉയരുന്ന ആക്ഷേപം. നിയമവിരുദ്ധമായി സർക്കാർ ജീവനക്കാർ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത തരത്തിലുള്ള ഒരു നടപടി തന്നെയാണ് CPM അനുകൂല സംഘടനയുടെ ഭാഗത്തുനിന്ന്, ജീവനക്കാരുടെ സംഘടനയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ സെക്രട്ടേറിയറ്റിനുള്ളിൽ ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഏറ്റവും പ്രധാനമെന്ന് എടുത്തു പറയേണ്ടത്, ജീവനക്കാർ ഒരു ബദൽ സർക്കാരിന് സമമായ രീതിയിലുള്ള ഒരു പ്രവർത്തനം പ്രത്യേകിച്ച് ഈ ഒരു ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ഇടതുപക്ഷ അനുകൂല CPM അനുകൂല സംഘടന ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്, ഓരോ വകുപ്പ് തലത്തിലും ആ വകുപ്പ് തലങ്ങളിൽ അതാത് വകുപ്പുകളെ നിയന്ത്രിക്കാൻ ഏറ്റവും ഉന്നതനായ ഉദ്യോഗസ്ഥരുണ്ട്. ഒപ്പം തന്നെ അതിൻ്റെ ഉന്നത ശ്രേണിയിൽ മന്ത്രിയുണ്ട്. ഈ മന്ത്രിമാരെ പോലും നോക്കുകുത്തിയാക്കി മാറ്റുന്ന തരത്തിലുള്ള ഒരു ഇടപെടൽ തന്നെയാണ് ഈ CPM അനുകൂല സംഘടനാ പ്രതിനിധികളുടെ ഭാഗത്തുനിന്ന് സെക്രട്ടേറിയറ്റിനുള്ളിൽ ഉണ്ടായിരിക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് സർക്കാരിൻ്റെ മൗനസമ്മതത്തോടു കൂടിയാണോ ഇത്തരത്തിലൊരു തീർപ്പാക്കൽ പദ്ധതി അല്ലെങ്കിൽ ഈ ഫയലുകൾ പരിശോധിക്കുന്ന നടപടിയിലേക്ക് ഇടതുപക്ഷ അനുകൂല CPM അനുകൂല സംഘടന ജനപ്രതിനിധികളുടെ ജീവനക്കാരുടെ സംഘടന നീങ്ങിയിരിക്കുന്നത് എന്നതാണ് ഉയരുന്ന പ്രധാന ചോദ്യം. പൊതുസമൂഹത്തിൽ നിന്ന് പോലും ഇത് ബദൽ സർക്കാരായി സെക്രട്ടേറിയറ്റിലെ CPM അനുകൂല ജീവനക്കാരുടെ സംഘടന മാറുന്നു എന്ന ചോദ്യം പോലും ഉയരുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. രോഹിണി, അതായത് വിനീഷ്, നമുക്കറിയാം സാധാരണ സർക്കാർ ഓഫീസുകളിലെ യൂണിയൻ പ്രവർത്തനം എന്തിനാണ് എന്നുള്ളത്. ഈ സർവീസ് സംഘടനകൾക്ക് സർക്കാർ ഫയലുകളിലെ വിവരങ്ങൾ അല്ലെങ്കിൽ ഉള്ളടക്കങ്ങൾ ആവശ്യപ്പെടേണ്ട യാതൊരു സാഹചര്യവും നിലവിലില്ല. പക്ഷേ അവർ ഇത്തരം ഫയലുകൾ, അതും 2020 മുതലുള്ള ഫയലുകൾ ആവശ്യപ്പെടുന്നു, അതിലെ വിവരങ്ങൾ തേടുന്നു എന്ന് മാത്രമല്ല, വിവരങ്ങൾ നൽകാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ ഭീഷണിയും മുഴക്കുന്നു എന്നുള്ളതാണ്. കൃത്യമായി പറഞ്ഞാൽ ഇവരുടെ സ്വാധീനം ഉപയോഗിച്ച് ചില ഫയലുകൾ ഒത്തുതീർപ്പാക്കുകയും അതിൽ നിന്ന് നേടാവുന്ന ചില നേട്ടങ്ങൾ കൊയ്യുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണോ ലക്ഷ്യം വയ്ക്കുന്നത്? അത്തരത്തിലുള്ള ഒരുതരം അൺഡ്യൂ ഇൻഫ്ലുവൻസ് തന്നെയാണോ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? നേരത്തെയും സെക്രട്ടേറിയറ്റിന് സമാനമായ രീതിയിലുള്ള ഒരു അഴിമതി ആരോപണങ്ങൾ പല ഘട്ടങ്ങളിലായി CPM അനുകൂല സംഘടനയുടെ ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിൽ സെക്രട്ടേറിയറ്റിനുള്ളിൽ നിന്ന് തന്നെ നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഈ ഇടതുപക്ഷ അനുകൂല സംഘടനാ നേതാക്കൾക്കെതിരെ ഉണ്ടാകുന്ന സാഹചര്യവും ഉണ്ടായി. അതിനുശേഷമാണ് ഇതൊരു ഔദ്യോഗികം എന്ന തരത്തിലേക്ക് ജീവനക്കാർക്ക് നോട്ടീസ് നൽകിക്കൊണ്ട് നിങ്ങളുടെ വകുപ്പുകളിൽ ഏതൊക്കെ ഫയലുകളാണ് തീർപ്പാക്കാനുള്ളത്, അത് പ്രത്യേകിച്ച് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, 2020 മുതൽ ഏതൊക്കെ
ഫയലുകളാണ് തീർപ്പാക്കാനുള്ളത് എന്ന ചോദ്യമാണ് ഇവർ ചോദിക്കുന്നത്. ഒപ്പം തന്നെ അതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഫോർമാറ്റ്, അതിൽ ഏത് വർഷമാണ്, ഏതൊക്കെ വകുപ്പാണ്, ഏതാണ് ഫയല് എന്നൊക്കെ സംബന്ധിച്ച ചോദ്യം ഈ ഒരു യൂണിയൻ സംഘടന അല്ലെങ്കിൽ CPM-ന്റെ അനുകൂല സംഘടന, ജീവനക്കാരുടെ സംഘടന ചോദിക്കാനുണ്ടായതിനുള്ള പ്രധാന കാരണമാണ് ഇപ്പോൾ സംശയിക്കപ്പെടേണ്ടിയിരിക്കുന്നത്. കാരണം അത്തരത്തിൽ ഔദ്യോഗികമായി ഒരു സർക്കാർ ജീവനക്കാരന് പോലും ഇങ്ങനെ ഒരു ഫയലുകളുടെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഏതൊക്കെ വകുപ്പുകളിൽ തീർപ്പാക്കാനുള്ള ഫയലുകൾ ഉണ്ട് എന്ന് സംബന്ധിച്ച് ഒരു സർക്കാർ ജീവനക്കാരനെ ചോദിക്കാൻ അവൻ്റെ ജോലിയുടെ ഭാഗമായി ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്തതാണ്. എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു സമാന്തര സർക്കാർ രൂപപ്പെടുത്താൻ വേണ്ടി ഈ CPM അനുകൂല ജീവനക്കാരുടെ സംഘടന സെക്രട്ടേറിയറ്റിനുള്ളിൽ ശ്രമിക്കുന്നു എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഇതിലൂടെ വലിയ അഴിമതിക്കാണ് ആക്കം കൂട്ടുന്നത് എന്നതാണ് പ്രതിപക്ഷ യൂണിയൻ നേതാക്കൾ ഉന്നയിക്കുന്ന പ്രധാന ആരോപണം. അവർ ഉന്നയിക്കുന്നത് ഇത്തരത്തിലാണ്: ഈ ഫയലുകൾ കൃത്യമായി പരിശോധിച്ചതിന് ശേഷം ഈ ഫയലുകൾ തീർപ്പാക്കാനായി മറ്റു ജീവനക്കാർ അല്ലെങ്കിൽ ഈ യൂണിയൻ്റെ തന്നെ നേതാക്കൾ ഈ ഒരു ഫയലുകളുടെ ഉടമകളുടെ അടുത്തേക്ക് എത്തുക, അല്ലെങ്കിൽ ഈ ഫയലുകൾ ആരുടെ ആവശ്യമാണ് ഉള്ളത് ആ ആവശ്യക്കാരൻ്റെ അടുത്തേക്ക് എത്തിയതിന് ശേഷം അവരിൽ നിന്ന് പണം ആവശ്യപ്പെട്ടുകൊണ്ട് ഫയലുകൾ തീർപ്പാക്കുന്നത് നേരത്തെയും സെക്രട്ടേറിയറ്റിൽ വലിയ വിവാദങ്ങൾ ആകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതിന് സമാനമായ രീതിയിലുള്ള ഒരു വലിയ അഴിമതിക്ക് കൂപ്പ് കൂട്ടാനായിട്ടുള്ള ഒരു ശ്രമം തന്നെയാണ് ഈ CPM അനുകൂല ജീവനക്കാരുടെ സംഘടനാ പ്രതിനിധികളുടെ ഭാഗത്ത് ഉണ്ടാകുന്നത് എന്നതാണ് ഉയരുന്ന പ്രധാന ആക്ഷേപം. ഒപ്പം തന്നെ ഒരു കാരണവശാലും ഈ ജീവനക്കാർക്ക് ഇത്തരത്തിൽ ഫയലുകളുടെ ഡീറ്റെയിൽസ് ചോദിക്കാനുള്ള അനുമതി സർക്കാർ തലത്തിൽ സർക്കാർ ജീവനക്കാർക്ക് ഇല്ല എന്നിരിക്കെയാണ് നിയമവിരുദ്ധമായാണ് ഇത്തരത്തിലുള്ള ഫയലുകളുടെ ഡീറ്റെയിൽസും ഫയലുകളുടെ തീർപ്പാക്കൽ അദാലത്ത് എന്ന പേരിട്ടുകൊണ്ട് ഇവർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. അത് ഒരു കാരണവശാലും സർക്കാരോ അതാത് വകുപ്പ് മന്ത്രിമാരോ ചെയ്യേണ്ട നടപടിക്രമമാണ്. ആ നടപടിക്രമം എന്തുകൊണ്ട് CPM-ന്റെ അനുകൂല സംഘടന, പ്രത്യേകിച്ച് ജീവനക്കാരുടെ സെക്രട്ടേറിയറ്റിനുള്ളിലെ സംഘടന ചെയ്യുന്നു എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഇത് സമാന്തര സർക്കാർ സെക്രട്ടേറിയറ്റിൽ രൂപപ്പെടുത്താനുള്ള ഒരു സാഹചര്യം തന്നെയാണ് ഈ CPM അനുകൂല ജീവനക്കാരുടെ സംഘടന നടത്തുന്നത് എന്നതാണ് പ്രധാനമായും ഉയരുന്ന ആക്ഷേപം. ഒരു കാരണവശാലും സർക്കാർ ഫയലുകൾ മറ്റു ജീവനക്കാർക്ക് ഈ വകുപ്പിൽ നിന്ന് അല്ലെങ്കിൽ ഒരു വകുപ്പിൽ നിന്ന് മറ്റൊരു വകുപ്പിലുള്ള ജീവനക്കാർക്ക് അത് പരിശോധിക്കേണ്ട ആവശ്യമില്ല. അതുമായി ബന്ധപ്പെട്ട രേഖകൾ ആവശ്യപ്പെടേണ്ട കാര്യമില്ല. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് വിവിധ വകുപ്പുകളുടെ ചുമതല വഹിക്കുന്ന മന്ത്രിമാരോ അല്ലെങ്കിൽ അതിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥനോ മാത്രമാണ് ഈ ഫയലുകൾ പരിശോധിക്കേണ്ടത്. ആ ഫയലുകൾ പരിശോധിക്കാൻ എന്തിന് യൂണിയൻ ഇടപെട്ടു എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. രോഹിണി, അതുമാത്രമല്ല വിനീഷ്, ഇത്തരത്തിലുള്ള ഇടപെടൽ നടത്തുമ്പോൾ ഒരുപക്ഷെ അഴിമതിക്ക് ഒരു ആക്കം കൂട്ടുന്ന ഒരു പ്രവണത കൂടിയാണ് ഉണ്ടാകുന്നത്. അതായത് ഇപ്പോൾ CPM-ന്റെ സർവീസ് സംഘടനയായ എംപ്ലോയീസ് യൂണിയൻ വഴി കാര്യങ്ങൾ തീർപ്പാക്കപ്പെടും എന്നുള്ളൊരു ധാരണ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുന്നു. അതനുസരിച്ച് ഇവർക്ക് പല രീതിയിലുള്ള ഇടപെടലും നടത്താൻ കഴിയും. നമുക്കതിലേക്ക് എത്താം. വിനീഷ്, ദയവായി തുടരുക. ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതിനായി BJP നേതാവ് VV രാജേഷ് നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ VV രാജേഷ്, സമാന്തര സർക്കാർ ആകാനാണ് സെക്രട്ടേറിയറ്റിലെ CPM സർവീസ് സംഘടനയുടെ ശ്രമം എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതായത് സർക്കാരിന്റെ ഫയലുകൾ കരസ്ഥമാക്കാൻ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട്. ഫയലുകൾ കൈമാറാൻ അവർ ജീവനക്കാരോട് ആവശ്യപ്പെടുകയാണ്. എന്തിനായിരിക്കാം അവർ ഇത്തരത്തിൽ വകുപ്പ് തലത്തിലുള്ള ഫയലുകൾ CPM സംഘടനയ്ക്ക് അല്ലെങ്കിൽ CPM അനുകൂല സംഘടനയായ എംപ്ലോയീസ് അസോസിയേഷനിലെ ജീവനക്കാർക്ക് നൽകണം എന്നാവശ്യപ്പെടുന്നത്? ഇത്തരത്തിലുള്ള പ്രവർത്തികൾ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഒരുപക്ഷെ വാർത്തയായിട്ട് ഇപ്പോഴായിരിക്കും പുറത്തു വന്നത്. അതായത് സെക്രട്ടേറിയറ്റിനുള്ളിൽ CPM അനുകൂല സംഘടനയുടെ നിർബാധമുള്ള എല്ലാ മേഖലയിലുമുള്ള കടന്നുകയറ്റം, അതോടൊപ്പം തന്നെ അവരെ അംഗീകരിക്കാത്ത, അവരെ പുറപ്പെടുവിക്കുന്ന തിട്ടൂരം അനുസരിക്കാത്തവരെയൊക്കെ തന്നെ ദ്രോഹിക്കുന്ന നടപടികൾ ആരംഭിച്ചിട്ട് ഒരുപാട് കാലം. ഈ അധികാരം അടിഞ്ഞുകൂടി അവരുടെ ഇടയിൽ തന്നെ കുറച്ചു ദിവസം മുമ്പ് നടത്തിയ സമ്മേളനത്തിലൊക്കെ തമ്മിലടിയായിരുന്നല്ലോ. പ്രസിഡന്റിനെ പുറത്താക്കി, പ്രസിഡന്റ് സെക്രട്ടറിയെ പുറത്താക്കി, അങ്ങനെയൊക്കെയുള്ള AKI സെന്ററിൽ വെച്ചാണ് നടന്നതെന്ന് ഓർക്കണം. അപ്പോൾ അത് ഈ അധികാര ദുർമേധസ് തുടർഭരണം കിട്ടിയതോടുകൂടി അടിഞ്ഞുകൂടിയതിന്റെ ഫലമായിട്ടാണ് സംഭവിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവർ നേതൃത്വം കൊടുക്കുന്ന ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എന്തോ അതിനകത്തുണ്ട്. അവിടെ നോട്ട് നിരോധന സമയത്തുൾപ്പെടെ കോടിക്കണക്കിന് രൂപയാണ് ആ സൊസൈറ്റിയിൽ വന്ന് കുമിഞ്ഞുകൂടിയത്. അപ്പോൾ ഇങ്ങനെയുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റികൾ നടത്തുവാനുള്ള ഒരു കേന്ദ്രമായി കൂടി സെക്രട്ടേറിയറ്റിനുള്ളിലുള്ള ഇടതുപക്ഷ സംഘടനകളുടെ പ്രവർത്തനവും അവരുടെ ഓഫീസുമൊക്കെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതിന് സെക്രട്ടേറിയറ്റ് ആയതുകൊണ്ട് തന്നെ ആരും ഇതിനകത്ത് കയറി അവരെ നിയന്ത്രിക്കാൻ വേണ്ടി ആരും വരില്ലല്ലോ. ആ ഒരു ധൈര്യത്തിൽ, അതായത് ചീഫ് സെക്രട്ടറിയുടെയും CM-ന്റെയും ഉൾപ്പെടെ ഓഫീസ് ഞങ്ങളാണ് ഭരിക്കുന്നത് എന്നുള്ള ഒരു ധാർഷ്ട്യത്തിൽ നിന്നുകൊണ്ട് അവരുടെ രാഷ്ട്രീയത്തെ അംഗീകരിക്കാത്ത മുഴുവൻ പേരെയും ദ്രോഹിക്കുന്ന നടപടികൾ, അതോടൊപ്പം തന്നെ സെക്രട്ടേറിയറ്റിൽ ചെല്ലുന്ന അവർക്ക് അവരുടെ വ്യക്തി താല്പര്യവും പാർട്ടി താല്പര്യവുമുള്ള ഫയലുകൾ
ചില ഫയലുകൾ അവർ വേഗത്തിലാക്കി കൊടുക്കും, മറ്റു ചില ഫയലുകൾ അവർ പിടിച്ചു വയ്ക്കും, തടഞ്ഞു വയ്ക്കും. അങ്ങനെ പല വ്യവസായികളെ ദ്രോഹിച്ചിട്ടുണ്ട്, അതോടൊപ്പം തന്നെ വ്യക്തികളെ ദ്രോഹിച്ചിട്ടുണ്ട്, ഉദ്യോഗസ്ഥന്മാരെ ദ്രോഹിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു കാലഘട്ടത്തിന് മുമ്പ് പശ്ചിമ ബംഗാൾ CPM തകരുന്നതിന് മുമ്പ് ഉദ്യോഗസ്ഥർ കാണിച്ചു കൂട്ടിയതുപോലുള്ള അധാർമിക പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായിട്ട് സെക്രട്ടേറിയറ്റിലെ ഇടതുപക്ഷ സംഘടനകൾ മാറിയിട്ടുണ്ട്. ഒരുപക്ഷെ അതിൻ്റെയൊക്കെ തന്നെ ഒരു തുടർച്ചയായിട്ടായിരിക്കും ഈ വാർത്തകൾ പുറത്തു വരുന്നത്. ശ്രീ വി രാജേഷ്, ഒരു കാര്യം കൂടി ചോദിച്ചു കൊള്ളട്ടെ. ഇത്തരത്തിൽ ഇത് പരസ്യമായി ഈ വിവരങ്ങൾ നൽകാൻ ആവശ്യപ്പെടുന്നതിലൂടെ കൃത്യമായ ഒരു അഴിമതിക്ക് കോപ്പുകൂട്ടുകയും അതോടൊപ്പം ഒരു സമാന്തര സർക്കാരാണ് തങ്ങളുടെ അധീനതയിൽ വരുന്ന ഫയലുകളൊക്കെ തീർപ്പാക്കപ്പെടാം, അല്ലെങ്കിൽ ഇനി ഭാവിയിലും തങ്ങളുടെ അനുവാദത്തോടുകൂടിയും അല്ലെങ്കിൽ തങ്ങളുടെ ഒത്താശയോടും കൂടി ഇത്തരം ഫയലുകളൊക്കെ ഇങ്ങനെ പൂർത്തീകരിച്ച് മുന്നോട്ട് പോകും എന്നുള്ളൊരു സന്ദേശം കൂടിയല്ലേ ഇവർ നൽകുന്നത്? തീർച്ചയായിട്ടും. ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാല്, ഈ പല മന്ത്രിമാരും ജൂനിയർ മന്ത്രിമാരാണല്ലോ ഈ മന്ത്രിസഭയില്. മുഖ്യമന്ത്രിക്ക് തന്നെ പല സമയത്തും മുഖ്യമന്ത്രി തന്നെ ഒരു സാമാന്യ യുക്തിക്ക് നിരക്കുന്ന തരത്തിലല്ല പെരുമാറുന്നത്. പലപ്പോഴും നമുക്ക് അദ്ദേഹം മൈൻഡ് എത്രത്തോളം അപ്ലൈ ചെയ്യുന്നുണ്ട് ചില കാര്യങ്ങൾ എന്നുള്ളത് സംശയം പോലും ഇടയ്ക്ക് തോന്നിയിരുന്നു. മാത്രമല്ല, കമ്പാരിറ്റീവ്ലി മറ്റേ ഇടതുപക്ഷ മന്ത്രിസഭകളെക്കാളും ജൂനിയർ മന്ത്രിമാരാണ് ഇപ്പോഴുള്ള മന്ത്രിസഭയിലുള്ളത്. ഒരുവിധം കാര്യങ്ങളൊക്കെ 5 വർഷമായപ്പോൾ ചിലരൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവരുടെ ഒരുപാട് വീഴ്ചകൾ ഈ ഉദ്യോഗസ്ഥർ അവരുടെ കയ്യിലുണ്ട്, അതിൻ്റെയൊക്കെ തന്നെ കോപ്പിയുണ്ട്. അത് വെച്ച് പല മന്ത്രിമാരെ ഉൾപ്പെടെ ഇവർ ചില സമയത്ത് ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു എന്ന് പോലും ഭയക്കേണ്ടിയിരിക്കുന്നു. ഞാൻ പറയുന്നതിൽ എനിക്ക് തന്നെ ഒരു പറയാമോ സംശയമുണ്ട്. പക്ഷേ നമുക്ക് കിട്ടുന്ന പോലനുസരിച്ച് പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം പലരുടെയും ഇൻഎക്സ്പീരിയൻസ്, ഈ പതിറ്റാണ്ടുകളായി ചില കസേരകളിൽ തന്നെ ഇരിക്കുന്നവരുടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് മറ്റുള്ളവരുടെ ഇൻഎക്സ്പീരിയൻസിനെ ചോദ്യം ചെയ്യുവാനോ മറികടക്കുവാനുള്ള ഒരു അവസരമായിട്ടാണ് ഈ ഉദ്യോഗസ്ഥർ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് പല പല മന്ത്രിമാരുടെയൊക്കെ ഓഫീസുകളൊക്കെ തന്നെ വളരെ അപകടകരമായ അവസ്ഥയിലേക്കാണ്. വൻ അഴിമതിയാണ് ഇതിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നത്. പല വീഴ്ചകളും സംഭവിക്കുന്നത് ഇവരുടെയൊക്കെ തന്നെ. പണ്ട് തീപിടിച്ചറിയാമല്ലോ, മന്ത്രിസഭയുടെ സമയത്ത് സെക്രട്ടേറിയറ്റിലെ ഫയലുകൾ തക്കവന്നപ്പോൾ തീപിടിച്ചറിയാമല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള എന്തും ചെയ്ത് കൂട്ടുവാൻ, കാരണം ഫൈനൽ തീരുമാനമൊക്കെ വരുന്നത് സെക്രട്ടറിയിൽ നിന്നായതുകൊണ്ട് തന്നെ അതൊക്കെ ഞങ്ങളാണ് കൈകാര്യം ചെയ്തത്. മന്ത്രിമാരൊക്കെ അവിടെ ഉണ്ടെങ്കിലും ഭരണമൊക്കെ നടത്തുന്നത് ഞങ്ങളാണ്. ചീഫ് സെക്രട്ടറിയുടെ ഓഫീസ് പോലും ചലിക്കണമെങ്കിൽ ഞങ്ങളുടെ തിട്ടൂരം വേണം എന്നുള്ളൊരു ധാർഷ്ട്യമുണ്ട്. ഇത് സംസ്ഥാനത്തെയും ഭരണസിരാ കേന്ദ്രത്തെയും അപകടകരമായ അവസ്ഥയിൽ തന്നെ എത്തിക്കും. അതെ, വളരെ നന്ദി ശ്രീ വി രാജേഷ് പ്രതികരിച്ചതിന്. വിനീഷിലേക്ക് നമ്മൾ വീണ്ടും പോവുകയാണ്. വിനീഷ്, നമ്മൾ പറഞ്ഞു നിർത്തിയത് അതാണ്. അതായത് ഒരു സമാന്തര സർക്കാരായാണ് തങ്ങൾ പ്രവർത്തിക്കുന്നത്. തങ്ങളുടെ സ്വാധീനം എത്രത്തോളം ഉണ്ടോ അത്രയും നിങ്ങൾക്ക് ഫയലുകൾ തീർപ്പാക്കപ്പെടും എന്നുള്ള ഒരു അഴിമതിയുടെ സന്ദേശം കൂടിയാണ് ഭരണസിരാ കേന്ദ്രത്തിൽ നിന്നുണ്ടാകുന്നത്. തീർച്ചയായിട്ടും രോഹിണി പറഞ്ഞതുപോലെ തന്നെ അഴിമതി എന്ന കാര്യത്തിൽ സംശയമില്ല. രോഹിണി, ഏറ്റവും പ്രധാനം എന്ന് നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത് അവരുടെ ഒരു പെർഫോമ റിപ്പോർട്ടുണ്ട്. ആ പെർഫോമ റിപ്പോർട്ടാണ് പരിശോധിക്കേണ്ടത്. ഒരു സർക്കാർ ഔദ്യോഗികമായി എങ്ങനെയാണോ ഒരു പെർഫോമ റിപ്പോർട്ട് തയ്യാറാക്കുന്നത് അതിന് സമാനമായ രീതിയിലാണ് കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ ആ പെർഫോമ റിപ്പോർട്ട് തയ്യാറായിരിക്കുന്നത്. അവർ പറയുന്നത് ഫയൽ അദാലത്ത്, അത് കൃത്യമായി നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ആ ഫയൽ അദാലത്ത് എന്ന് കാണിക്കുന്നുണ്ട്. 2025 ജൂൺ 10 മുതൽ 30 വരെയാണ് ഈ ഫയൽ അദാലത്ത്. ആരാണ് ഈ ഫയൽ അദാലത്ത് നടത്താൻ ഇവർക്ക് അവകാശം കൊടുത്തത്? അല്ലെങ്കിൽ നിയമപരമായി എന്ത് നിയമസാധുതയാണ് ഈ ജീവനക്കാർക്കുള്ളത്? സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷനാണ് ഇത്തരത്തിലുള്ളൊരു പെർഫോമ റിപ്പോർട്ടൊക്കെ പുറത്തിറക്കുന്നത് എങ്കിൽ പിന്നെ എന്തിനാണ് സർക്കാർ എന്ന ചോദ്യം, എന്തിനാണ് മുഖ്യമന്ത്രി എന്ന ചോദ്യം, ഒപ്പം തന്നെ വിവിധ വകുപ്പുകളുടെ മന്ത്രിമാർ എന്തിനാണ് എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. അതോടൊപ്പം തന്നെ ആ പെർഫോമ റിപ്പോർട്ട് ആ പേജിൽ വ്യക്തമാക്കുന്ന മറ്റൊരു കാര്യം 2020 മുതലുള്ളത് മതി എന്നതാണ് അതിൽ കൃത്യമായി വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിന് മുൻപുള്ള ഫയൽ വേണ്ടേ എന്ന ചോദ്യവും പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുന്നുണ്ട്. നമുക്ക് നമ്മുടെ സ്ക്രീനിൽ കൃത്യമായി തന്നെ അതിൻ്റെ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. 2020, 21, 22, 23, 24, 25 ഇങ്ങനെയാണ് ആ പെർഫോമ റിപ്പോർട്ട് പോലും അവർ തയ്യാറാക്കിയിരിക്കുന്നത്. അതിനു മുമ്പുള്ളതായും ഉള്ളത് ആകട്ടെ എന്ന തരത്തിലാണ്. പക്ഷേ ഈ ഒരു പെർഫോമ റിപ്പോർട്ട് അച്ചടിച്ചിറക്കാൻ ആരാണ് കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന് അനുമതി നൽകിയത് എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. എന്ത് അഴിമതിക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പെർഫോമ റിപ്പോർട്ട് ഇവർ തയ്യാറാക്കുന്നത്? സമാന്തര സർക്കാരാണോ കേരളത്തിൽ സെക്രട്ടേറിയറ്റിലെ ഈ കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ ആണോ ഒരു സമാന്തര സർക്കാരായി സെക്രട്ടേറിയറ്റിൽ പ്രവർത്തിക്കുന്നത് എന്ന ചോദ്യം അത് വിവിധ ഘട്ടങ്ങളിലായി കോൺഗ്രസും BJPയും അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ പല ഘട്ടങ്ങളിലായി ഉന്നയിച്ച വാദങ്ങളാണ്. ഇവിടെ പ്രവർത്തിക്കുന്നത് സർക്കാരല്ല, അവിടുത്തെ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ്
അസോസിയേഷൻ ആണ് എന്ന തരത്തിലുള്ള പല ഘട്ടങ്ങളിലായി ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇവിടെ ആ അസോസിയേഷൻ്റെ പ്രസിഡന്റ് പി ഹണിയുടെ പേരിലാണ് മറ്റൊരു ഒന്നിച്ചൊന്നായി പരിശ്രമിക്കുക എന്ന ഫയലുകൾ തീർപ്പാക്കാം എന്ന തരത്തിലൊരു ഹെഡ്ലൈൻ നൽകിക്കൊണ്ട് മറ്റൊരു നോട്ടീസും പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ നോട്ടീസ് അച്ചടിച്ച് ജീവനക്കാർക്ക് നൽകുന്നു, പെർഫോമ റിപ്പോർട്ട് അച്ചടിച്ച് ജീവനക്കാർക്ക് നൽകുന്നു. അപ്പോഴൊക്കെ സർക്കാർ നോക്കുകുത്തിയായി നോക്കി കാണുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ഈ സർക്കാർ ചെയ്യേണ്ട ജോലി എന്തിനാണ് ഒരു ഇടതുപക്ഷ യൂണിയൻ അല്ലെങ്കിൽ CPM അനുകൂല യൂണിയൻ നടത്തുന്നത് എന്ന ചോദ്യം തന്നെയാണ് പൊതുസമൂഹത്തിൽ നിന്നുണ്ടാകുന്നത്. ഇത് നിയമവിരുദ്ധമാണ്. നിയമപരമായി ഒരു സർക്കാർ ജീവനക്കാരൻ പോലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം. പ്രത്യേകിച്ച് വിവിധ വകുപ്പുകളിലെ എല്ലാ ഫയലുകളും ഏകോപിപ്പിച്ചുകൊണ്ട് യൂണിയൻ്റെ ഭാഗത്തേക്ക് അല്ലെങ്കിൽ അസോസിയേഷൻ്റെ ഭാഗത്തേക്ക് എത്തുമ്പോൾ, സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ്റെ ഭാഗത്തേക്ക് എത്തുമ്പോൾ അത് പൂർണ്ണമായി മിസ്യൂസ് ചെയ്യപ്പെടാം അല്ലെങ്കിൽ അത് ദുരുപയോഗം ചെയ്യപ്പെടാം എന്ന കാര്യത്തിൽ സംശയമില്ല. ആ പ്രയോഗത്തിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ ഫയലുകൾ ഇപ്പോൾ ശേഖരിക്കുന്നത് എന്നതാണ് ഉയരുന്ന ആക്ഷേപം. അത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സർക്കാരാണ് ഇതിൻ്റെ മറുപടി പറയേണ്ടത്. ഇത്തരത്തിൽ ജീവനക്കാർക്കിടയിൽ എല്ലാ തരത്തിലും ഫയലുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നോട്ടീസും ആ പെർഫോമ റിപ്പോർട്ടും ജീവനക്കാർക്കിടയിൽ, സെക്രട്ടേറിയറ്റിലെ എല്ലാ ജീവനക്കാർക്കിടയിലും ഈ അസോസിയേഷൻ എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ മറുപടി പറയേണ്ടത് സർക്കാരാണ്. ഇത്തരത്തിൽ ഈ ഒരു കൃത്യമായ ഫയലുകളുടെ വിവരങ്ങൾ നൽകാത്ത ജീവനക്കാർക്കെതിരെയും വലിയ രീതിയിലുള്ള ഒരു ഭീഷണിപ്പെടുത്തുന്ന സമീപനം തന്നെയാണ് കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നതാണ് ഉയരുന്ന പ്രധാന ആക്ഷേപം. ജീവനക്കാർക്കിടയിൽ പോലും, സെക്രട്ടേറിയറ്റിനുള്ളിൽ തന്നെ ഒരു വിഭാഗം ജീവനക്കാർക്കിടയിൽ പോലും ഈ ഒരു നോട്ടീസ് ഇറക്കിയതിലും പെർഫോമ റിപ്പോർട്ട് എന്ന തരത്തിൽ ഇറക്കിയ ആ ഒരു റിപ്പോർട്ടിനോടൊപ്പം വലിയ രീതിയിലുള്ള അമർഷം തന്നെയാണ് ജീവനക്കാർക്കിടയിൽ ഉണ്ടാകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. രോഹിണി. വിനീഷ്, നമുക്കറിയാം ഇപ്പോൾ ഭരണനിർവഹണമാണ് ലക്ഷ്യം എങ്കിൽ അതാത് വകുപ്പുകളുടെ മേധാവിക്ക് കെട്ടിക്കിടക്കുന്ന ഫയലുകളുടെ വിവരങ്ങൾ തേടാം. പക്ഷേ അതൊന്നും ബാധിക്കാതെ ഒരു സർവീസ് സംഘടന, CPM അനുകൂല സർവീസ് സംഘടന, ഇടത് സംഘടന ഇത്തരത്തിലുള്ളൊരു നീക്കം നടത്തുമ്പോൾ സ്വാഭാവികമായും അതാത് ഡിപ്പാർട്ട്മെന്റുകളിലെ മേധാവിമാർക്ക് ചോദ്യം ഉന്നയിച്ചുകൂടെ? എന്തിനാണ് ഇത്തരത്തിലുള്ള വിവരങ്ങൾ ഈ സർവീസ് സംഘടന തേടുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അവർക്ക് ഉന്നയിക്കാമല്ലോ. കാരണം അണ്ടർ സെക്രട്ടറി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഭരിക്കുന്ന ഒരിടം കൂടിയാണ് സെക്രട്ടേറിയറ്റ്. അപ്പോൾ ഇവരെല്ലാം അവിടെ മൗനം പാലിക്കുകയും സർവീസ് സംഘടന ഇങ്ങനെ യഥേഷ്ടം അവരുടെ തോന്നിവാസങ്ങളെല്ലാം നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരു ഭരണസിരാ കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ആ രീതിയിൽ അധപ്പതിച്ചിരിക്കുകയാണോ സെക്രട്ടേറിയറ്റ്? തീർച്ചയായിട്ടും രോഹിണി, ഇതിനകത്ത് ഒരു പ്രധാന കാര്യം മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും പ്രാധാന്യം നൽകുന്നത് ഈ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ്റെ പ്രസിഡന്റിനും സെക്രട്ടറിക്കുമാണ്. അവർ എന്താണോ ഇവിടെ സെക്രട്ടേറിയറ്റിലെ നടത്തേണ്ട പദ്ധതികൾ അല്ലെങ്കിൽ എങ്ങനെയാകണം ഫയലുകൾ നീങ്ങേണ്ടത് എന്ന് സംബന്ധിച്ചുള്ള ഒരു സമീപനം മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും നൽകുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നീക്കങ്ങൾ മാത്രമാണ് നടത്തുന്നത്. പക്ഷേ ഈ രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ അണ്ടർ സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ള ചുമതലയുള്ള ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥർ സെക്രട്ടേറിയറ്റിനകത്തുണ്ട്. പക്ഷേ ഈ ഉദ്യോഗസ്ഥർ ഏതെങ്കിലും തരത്തിൽ ഇതിനെ ചോദ്യം ചെയ്താൽ അവരെ ഭീഷണിപ്പെടുത്തുകയാണ്. രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് ഭീഷണിപ്പെടുത്തുകയും ഒപ്പം തന്നെ ഈ മറ്റു ജീവനക്കാർ ഏതെങ്കിലും തരത്തിൽ ഇതിൽ അഭിപ്രായവും പ്രതികരണവും നടത്തിയാൽ അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് സ്ഥലം മാറ്റുക ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് സർക്കാർ സ്വാധീനത്തിൽ ഈ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ നടത്തുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും പ്രധാനം, നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ അസോസിയേഷൻ പ്രസിഡന്റിനെതിരെ ജനൻ TV ഒരു വാർത്ത പുറപ്പെടുവിച്ചിരുന്നു. സെക്രട്ടേറിയറ്റിലെ ആക്രി സാധനങ്ങളെല്ലാം കൂടി തന്നെ ഏകദേശം 26 ലക്ഷം രൂപയ്ക്ക് ഇദ്ദേഹം ഈ സെക്രട്ടേറിയറ്റിൻ്റെ ഈ അസോസിയേഷൻ പ്രസിഡൻ്റായ പി ഹണി മറ്റൊരു കമ്പനിക്ക് നൽകി സെക്രട്ടേറിയറ്റിലെ ആക്രി സാധനങ്ങൾ. അത് പിന്നീട് വിജിലൻസ് അന്വേഷണം നേരിടുന്ന സാഹചര്യമുണ്ടായി. വിജിലൻസ് അന്വേഷണത്തിൽ 26 ലക്ഷം രൂപയുടെ സെക്രട്ടേറിയറ്റിലെ ആക്രി സാധനങ്ങളാണ് ഇവിടെ നിന്നും കാണാതായത് എന്ന റിപ്പോർട്ട് പുറത്തു വന്നു. ആ റിപ്പോർട്ട് പുറത്തു വന്നിട്ട് പോലും ഈ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പി ഹണിക്കെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ വേണ്ടി സർക്കാർ തയ്യാറായിട്ടില്ല. സർക്കാർ നടപടിയെടുക്കുന്ന സമീപനത്തിലേക്ക് പോലും കാര്യങ്ങൾ പോയിട്ടില്ല. ആ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ്റെ സെക്രട്ടേറിയറ്റിലെ അധ്യക്ഷനാണ് പി ഹണി. ആ ഹണിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ നിലവിൽ ഇത്തരത്തിലുള്ള ഒരു അദാലത്തും ഒരു പെർഫോമ റിപ്പോർട്ടൊക്കെ ഇങ്ങനെ പുറപ്പെടുവിച്ചിരിക്കുന്നതും സമാന്തര സർക്കാർ കളിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നതും. സമാന്തര സർക്കാർ കളിക്കുക എന്നല്ല പറയുക, അത്തരത്തിലുള്ള ഒരു നീക്കം കൃത്യമായി തന്നെ നടത്തിയിരിക്കുന്നു. സമാന്തര സർക്കാരിനെ പോലെ ഫയലുകൾ ശേഖരിക്കാനുള്ള ഒരു നടപടിക്രമത്തിലേക്ക് പോയിരിക്കുന്നു. അതെല്ലാം തന്നെ ജീവനക്കാരുടെ, കൃത്യമായി പറഞ്ഞാൽ ജീവനക്കാരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പ്രകാരം അവർ ജോലിക്ക് കയറുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്തുകൂടാ, എന്ത് ചെയ്യാം ഒരു സർക്കാർ ജീവനക്കാരൻ എന്ന കൃത്യമായ മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ടുള്ള ഒരു സമീപനം തന്നെയാണ് ഈ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ്റെ ജീവനക്കാരുടെ ഭാഗത്തു നിന്നും പ്രതിനിധികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം. രോഹിണി.
ശരി, വിനീഷ് തുടരുക. ഇപ്പോൾ കേരള സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ പ്രതിനിധി ശ്രീ MS ഇർഷാദ് ചേരുന്നു. ശ്രീ ഇർഷാദ്, നമുക്കറിയാം CPM സർവീസ് സംഘടനയാണ് ഇത്തരത്തിൽ ഒരു നീക്കം നടത്തിയിരിക്കുന്നത്. അതായത് 2020 മുതൽ തീർപ്പാക്കാത്ത ഫയലുകൾ, സർക്കാരിൻ്റെ ഫയലുകൾ, അതിലെ ഉള്ളടക്കം, വിവരങ്ങൾ ഒക്കെ ഈ സംഘടനയിലെ ചിലർക്ക് കൈമാറാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. താങ്കൾ ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? ഇത് ആശാസ്യമായൊരു നടപടിയല്ലല്ലോ. പ്രത്യേകിച്ച് സർക്കാർ സംവിധാനത്തിൽ ഇത്തരമുള്ള നീക്കങ്ങൾ എന്തിനുള്ള ഒരു ചൂണ്ടുപലകയാണ്, അല്ലെങ്കിൽ എന്തിനുള്ള ഒരു പ്രവണതയായിരിക്കും സൃഷ്ടിക്കുക? ആശാസ്യമല്ല എന്ന് മാത്രമല്ല, തികച്ചും നിയമവിരുദ്ധമായ ഒരു നടപടിയാണ് സെക്രട്ടേറിയറ്റിലെ ഭരണവിലാസം സംഘടന സ്വീകരിച്ചിരിക്കുന്നത്. ഒരിക്കലും ഇതിനെ അംഗീകരിക്കാൻ കഴിയില്ല. കാരണം സർക്കാർ ജീവനക്കാരന്റെ സംവിധാനത്തിന് വെളിയിലുള്ളതാണ് സർക്കാർ ജീവനക്കാരന്റെ സംഘടന എന്ന് പറയുന്നത്. ആ സംഘടനയ്ക്ക് ഫയലുകളിലെ വിവരം ചോർത്തി നൽകുന്നതിന് തുല്യമാണ്. അതായത് ഔദ്യോഗിക രഹസ്യ നിയമത്തിന് അതിനെ പോലും അതിലംഘിക്കുന്ന വിധമുള്ള ഒരു പ്രവർത്തനമാണ് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ നടത്താൻ ശ്രമിക്കുന്നത്. അധികാര സ്ഥാനത്തിരിക്കുന്നവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് എങ്കിൽ കൂടുതൽ സമയം അവർ ജോലി ചെയ്യട്ടെ, കൂടുതൽ ഫയലുകൾ അവർ മുകളിലേക്ക് അയക്കട്ടെ, തീരുമാനം ഉണ്ടാകട്ടെ. അല്ലാതെ അദാലത്ത് എന്ന് പറയുന്ന രീതിയിലുള്ള ഫയൽ തീർപ്പാക്കൽ പ്രക്രിയ നടപ്പാക്കുക എന്ന് പറയുന്നത് സമാന്തരമായ സർക്കാരിനെ വാഴിക്കാനുള്ള വാഴ്ത്തുപാട്ടുകാരന്റെ ശ്രമമായിട്ട് മാത്രമേ സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ ഇതിനെ കാണുന്നുള്ളൂ. ഇത് ശക്തം. അതെ ശ്രീ ഇർഷാദ്, അത് മാത്രമല്ല, ഈ വിവരങ്ങൾ നൽകാത്ത ജീവനക്കാർക്കെതിരെ ചില ഭീഷണി സ്വരങ്ങൾ കൂടി ഉയരുന്നുണ്ടെന്ന് അറിയാൻ കഴിയുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഭീഷണിയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം സ്വന്തം സംഘടനയിൽപ്പെട്ട ആളുകൾ പോലും ഇതിന്റെ യഥാർത്ഥത്തിലുള്ള വസ്തുത തിരിച്ചറിഞ്ഞപ്പോൾ ഈ വിവരങ്ങൾ നൽകാൻ തയ്യാറാകാത്ത അവസ്ഥയുണ്ട്. കാരണം ഇത് കൊടുക്കുക എന്ന് പറയുന്നത് തികച്ചും നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. ഈ ജനങ്ങളുടെ അല്ലെങ്കിൽ ജീവനക്കാരന്റെ ഒരു പ്രശ്നവും ഇതിലൂടെ പരിഹരിക്കപ്പെടുന്നില്ല. അദാലത്ത് നടത്തുക എന്ന് പറയുന്നത് സർക്കാരിന്റെ ചുമതലയാണ്. സർക്കാരിന്റെ പരിപാടി ജീവനക്കാരിൽ അടിച്ചേൽപ്പിക്കാനാണ് ഇപ്പൊ നോക്കുന്നത്. അത് ജീവനക്കാരെ ഭീഷണിപ്പെടുത്താൻ നോക്കുന്നു. ആ ഭീഷണിക്ക് ഒരു കാരണവശാലും സെക്രട്ടേറിയറ്റ് ജീവനക്കാർ വഴങ്ങില്ല എന്ന് മാത്രമല്ല, അത്തരം ഭീഷണികളെ ചെറുത്തു തോൽപ്പിക്കുക ചെയ്യും. അതിൽ യാതൊരു സംശയവും ഉണ്ടാവുകയില്ല. ജീവനക്കാരുടെ ഭാഗത്ത് നിന്ന് ഇതിനെതിരായിട്ടുള്ള ഒരു സംവിധാനം, ഇതിനെതിരായിട്ടുള്ള ഒരു വികാരം രൂപപ്പെട്ടിട്ടുണ്ട്. അത് മനസ്സിലാക്കിയപ്പോഴാണ്, തങ്ങളുടെ ഈ പരിപാടി നടക്കില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ സ്വന്തം അംഗങ്ങളെ പോലും ഭീഷണിപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. ശരി, വളരെ നന്ദി ശ്രീ ഇർഷാദ് പ്രതികരിച്ചതിന്. എന്തായാലും സമാന്തര സർക്കാരാകാനുള്ള നീക്കമാണ് CPM സർവീസ് സംഘടന സെക്രട്ടേറിയറ്റിൽ നടത്തുന്നത്. സർക്കാരിന്റെ ഫയലുകൾ കരസ്ഥമാക്കാൻ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ നീക്കം നടത്തുകയാണ്. ഫയലുകൾ കൈമാറാനാണ് ജീവനക്കാരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 2020 മുതലുള്ള ഫയലുകളാണ് ഇത്തരത്തിൽ കൈമാറാൻ ഇവർ ആവശ്യപ്പെടുന്നത്. വിവരങ്ങൾ നൽകാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ ഭീഷണി സ്വരവും ഉയർത്തുന്നുണ്ട്. സർക്കാർ ഫയലുകളിലെ വിവരങ്ങൾ ആവശ്യപ്പെട്ട് സർവീസ് സംഘടന ഇറക്കിയ നോട്ടീസിന്റെ പകർപ്പ് ജനം TVക്ക് ലഭിച്ചു.